അദ്ദേഹം എന്നെ ഒരു 2 ദിവസം മുന്നേ വിളിച്ചിന്. അപ്പോൾ അവരുടെ ജോലി സമ്മർദ്ദം കുറച്ച് കൂടുതലാന്നുള്ളത് പറഞ്ഞു. രാത്രി വൈകിട്ടെല്ലാന്ന് ഉറങ്ങല്. ഞാനും മുന്നേ ഈ വർക്ക് ചെയ്തിരുന്നു BLO. പക്ഷെ ഇപ്പോഴത്തെ ഈ SLROന് കുറച്ച് കൂടുതലായിട്ടുള്ള വർക്കാണ്. ഇപ്പം എൻ്റെ ഭാര്യ BLO ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരും ചെയ്യുന്നത് വർക്ക് ലോഡ് കൂടുതൽ തന്നെയാണ്. പ്രത്യേകിച്ച് നമ്മളെപ്പോലെയുള്ള ഒരാൾക്കാർക്ക് ആ ജോലി തന്നത് തന്നെ പിന്നെ സംഘടനാ ലെവലിൽ ഞാൻ അതിന് നമുക്ക് പറ്റൂല എന്ന് പറഞ്ഞതാണ്. അതും ഒരു ക്ലറിക്കൽ പോസ്റ്റിന് മുകളിലുള്ളവർക്ക് വേണ്ടുന്ന ജോലിയാണത്. പക്ഷേ ഒരുപാട് സമ്മർദ്ദമുണ്ട് സാറേ. പക്ഷെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിലൊരു സമ്മർദ്ദമോ അല്ലെങ്കിൽ ഒരു പരാതിയോ ഇത്തരത്തിൽ ലഭിച്ചിട്ടില്ല എന്നാണ്. ഇത്തരത്തിലുള്ളൊരു കേസുകൾ വന്നിട്ടുണ്ടെങ്കിൽ പോലും ജോലി സമ്മർദ്ദം ഇല്ലാത്ത തരത്തിൽ 31 ദിവസം മറ്റു ജോലികളൊന്നും ഇവരെ ഏൽപ്പിച്ചിട്ടില്ലെന്നാണ് കമ്മീഷൻ പറയുന്നത്. അത് സാറേ, അത് കമ്മീഷൻ പറഞ്ഞ ഇപ്പം നമ്മളെ പിന്നെ സ്കൂളിൽ ജോലി ചെയ്യുന്നത് അവർ സ്കൂളിൽ ഒരു OA മാത്രമേ ഉണ്ടാവൂ. അതായത് ഓഫീസ് അറ്റൻഡ് ഒരാളെ മാത്രമേ ഉണ്ടാവൂ. അപ്പോൾ 31 ദിവസം ജോലി ഉണ്ടെങ്കിലും അതിന് ബദലി നിയമിക്കാമെന്ന് കമ്മീഷൻ ഓർഡർ ഉണ്ടെങ്കിലും ഞങ്ങൾക്കെല്ലാം അത് വൈകിട്ടാണ് അതിന്റെ ഓർഡർ കിട്ടുന്നത്. അപ്പോൾ തന്നെ അത് ബദൽ സംവിധാനം ഇല്ല. അപ്പോൾ ഇടയ്ക്ക് സ്കൂളിൽ നിന്ന് വിളിപ്പിക്കും. അത് കൂടാതെ ഫീൽഡിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ചില വീടുകളിൽ നിന്ന് കിട്ടുന്ന പ്രതികരണങ്ങൾ ഇപ്പം പിന്നെ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഭാര്യ BLO ആണ്. ഒരു ദിവസം ഒരു 50-നും 75-നും ഉള്ളിൽ കോൾ ഉണ്ടാവും. ആൾക്കാർ വിളിച്ചിട്ട് സംശയങ്ങൾ ചോദിക്കുക. അത് കൂടാതെ ഇപ്പൊ 2 ദിവസമായിട്ട് പുതിയതായിട്ട് ഓർഡർ വന്നത് ഇവരെ വീട് സംഭവങ്ങൾക്ക് മുഴുവൻ പൂർത്തിയാക്കി ഫോം വിതരണം ഫുള്ളായിട്ട് പൂർത്തിയാക്കി റിപ്പോർട്ട് കൊടുക്കണം. 31 ഡിസംബർ 4 വരെ സമയമുണ്ടെങ്കിലും എത്രയും പെട്ടെന്ന് ചെയ്യണം എന്നുകൊണ്ട് ഇവർക്ക് മേലെ ഘടകത്തുനിന്ന് വെളി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെയുള്ള സമ്മർദ്ദങ്ങൾ കുറച്ച് കൂടുതലുണ്ട്. അനീഷ്, ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണോ കൂടുതലായും പറഞ്ഞിരിക്കുന്നത്? മറ്റു ചില കാര്യങ്ങളും കൂടെ പറയുന്നുണ്ട്. അതായത് ചില രാഷ്ട്രീയ നേതാക്കളുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഭിന്നത, അതും ഒരു ആരോപണം ഒരു സൈഡിൽ ഉയരുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും അനീഷ് സൂചിപ്പിച്ചിരുന്നോ? അതൊന്നും അതിനെപ്പറ്റി അറിയില്ല മാഡം. അതിനെപ്പറ്റി ഞങ്ങളോട് സംസാരിച്ചില്ല. ഇത് കുറച്ച് വർക്ക് കൂടുതലാന്നുള്ള കാര്യങ്ങളെ സംസാരിച്ചിട്ടുള്ളൂ. മറ്റുള്ള രാഷ്ട്രീയത്തിന്റെ ഒന്നും പറഞ്ഞില്ല. ഈ ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്ന് ഒരു സമ്മർദ്ദം അത് പറഞ്ഞിരുന്നു? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എടുക്കുന്നത് നമ്മളെ വില്ലേജിൽ നിന്ന് അവർക്കുള്ള പ്രഷറാണ്. പെട്ടെന്ന് പിന്നെ ഈ ഫോം എല്ലാ വീടുകളിലും എത്തിക്കണം എന്നുള്ളതുള്ള ഒരു പ്രഷറാണ്. അത് മുഴുവനായിട്ട് 100% കൊടുത്തിട്ട് റിപ്പോർട്ട് ചെയ്യണം എന്ന് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കൃത്യമായി ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഭാര്യ BLO ആയിരുന്നു. അപ്പോൾ അവരുടെ അടുത്ത് വിളിക്കുന്നുണ്ട്, ഫോമും എല്ലാവർക്കും കൊടുത്തോ, അത് ഇന്നും നാളെയും കൂടെ പൂർത്തീകരിക്കണം എന്ന് പറഞ്ഞിട്ട് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരത് പൂർത്തീകരിച്ചു. അദ്ദേഹത്തിന് ആ ഒരു വിഷമം കൂടി ഷെയർ ചെയ്തിനായിരുന്നു. ഈ ഫോമൊക്കെ പൂരിപ്പിക്കാൻ ഇത്ര സമയം എന്നുള്ളൊരു കാര്യമുണ്ടല്ലോ, അതൊക്കെ നീട്ടി നൽകേണ്ട ഒരു ആവശ്യകത അതിപ്പോൾ വീണ്ടും ചോദ്യമുനയിൽ വരികയാണ്. അപ്പോൾ അങ്ങനെ ഒരു ആവശ്യമായിരിക്കുമല്ലേ പൊതുവെ എല്ലായിടത്തുനിന്നും ഉയരുന്നതും? അതെ അതെ അത് തന്നെയാണ്. ഇപ്പോൾ അവിടെ പോയിരുന്നോ? സ്ഥലത്ത് പോയിരുന്നോ? പോയില്ല. നാളെ ഇപ്പം ബോഡി പരിഹാരത്താ ഉള്ളത്. നമ്മുടെ മറ്റുള്ള ജീവനക്കാരെല്ലാം അവിടെ ഉണ്ട്. എന്താണ് കുടുംബം പറയുന്നത്? ഈ ജോലി സമ്മർദ്ദം അത് തന്നെയാണോ അവരും ആവർത്തിക്കുന്നത്? അവരവിടെ നിന്ന് ഞാൻ വിളിച്ചതിനും പറഞ്ഞത് അത് തന്നെയാണ് പറഞ്ഞത്. ഇതിന്റെ ജോലി സമ്മർദ്ദം ഇന്നലെ രാത്രി മുഴുവനും പിന്നെ ഫോമുമായിട്ട് വീട്ടിനകത്ത് ഇരുന്ന് ഇന്നലെ പറഞ്ഞ. പിന്നെ അവർ എണീറ്റ് നോക്കുമ്പോൾ സംഭവം കണ്ടെന്നാ പറഞ്ഞേ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.